നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഇങ്ങനെ ഉലയാതെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി മുതൽ സകലരും ഇതിനെ കാലാകാലങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അദാനിയെ തകർക്കുക എന്ന് പറഞ്ഞാൽ അദാനിയല്ല തകരുന്നത്, നമ്മുടെ രാജ്യമാണ് തകരുന്നത്. അദാനിയെ തകർക്കാൻ ഹിൻഡൻബർഗ് നടത്തിയ ശ്രമങ്ങളെല്ലാം പാഴായി. ആദ്യത്തെ തവണ ആളുകൾക്ക് വിശ്വസിച്ചു, പിന്നെ ഇത് കള്ളത്തരമാണ്, ഇത് തട്ടിക്കൂട്ടാണ്, ഡിഫൈം ചെയ്യാനുള്ള ലക്ഷ്യമാണെന്ന് കരുതി അദാനിയെ തകർക്കാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ തള്ളി. ഓഹരി ഉടമകളും ഓഹരി വിപണിയിൽ ഇടപെടുന്നവരും പുച്ഛത്തോടെ അവഗണിച്ചു. ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന റഷ്യയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സ്പുട്നിക്കിൽ വീണ്ടും ഇന്ത്യയെ തകർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നതായി കേട്ടു. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടു. സാർ അത് കണ്ടായിരുന്നു? ഞാൻ വായിച്ചു. അവർ സ്പുട്നിക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അദാനിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഈ വന്നിരിക്കുന്ന ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ മാർക്ക് ഇടണമല്ലോ, അതിൻ്റെ ഉദ്ദേശം അദാനി ആയിരുന്നില്ല, അദാനി അല്ല. അതിൻ്റെ ഉദ്ദേശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് രണ്ടുമായിരുന്നു ഉദ്ദേശം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയും LICയും അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അദാനിക്ക് ഉണ്ടാകുന്ന ആഘാതം എന്തായാലും അത് ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ജനങ്ങൾക്ക് മുമ്പ് തകർക്കും. ആ രണ്ട് സ്ഥാപനങ്ങളും ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെ ഇന്ത്യയുടെ ധമനികളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കുക, ഇന്ത്യ ഒരു വൻശക്തി ആകാതിരിക്കുക, ഇതായിരുന്നു ഹിൻഡൻബർഗിനെ കൊണ്ട് ജോർജ് സോറോസ് ചെയ്യിച്ചത് എന്നാണ് സ്പുട്നിക് സ്പുട്നിക് എഴുതിയിരിക്കുന്നത് ലേഖനത്തിൽ. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വികാസം, ഓട്ടോണമി, ഈ സ്വയംഭരണം, ഇതിനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ. അത് അവസാനിച്ചിട്ടില്ല, അവർ ഇനിയും ചെയ്യും. SBIയും LICയും തകരാൻ വേണ്ടി എന്തൊക്കെ, തകരാനൊന്നും പോകുന്നില്ല, പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഇത് ജോർജ് സോറോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. 2023 ജനുവരിയിലാണ് അദാനിയുടെ കമ്പനികൾ, മര്യാദക്കുള്ള കണക്കുകളല്ല അവരുണ്ടാക്കിയിരിക്കുന്നത്, അതിൽ ക്രമക്കേടുണ്ട്, ഓഹരി ക്രമക്കേടുകൾ അവർ ചെയ്തിട്ടുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ അവിടെ തകരാറുകളുണ്ട്, മര്യാദക്കല്ല ഇത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹിൻഡൻബർഗിൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ സംഗതി വന്നത്. സ്പുട്നിക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദാനിക്കെതിരായ ആക്രമണം സാമ്പത്തികമോ അതിൽ കൊണ്ടുവരാനുള്ള നിയന്ത്രണങ്ങളെപ്പറ്റിയോ അല്ലായിരുന്നു, വിസ്തൃതമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ മേഖലയിലെ രാഷ്ട്രീയപരമായ തന്ത്രപരമായ ഒക്കെ ഉള്ളൊരു അട്ടിമറി ശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. സാമ്പത്തിക സ്ഥാപനങ്ങളുടെ അട്ടിമറിയാണ് ഹിൻഡൻബർഗ് ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ ഹിൻഡൻബർഗിനെ കൊണ്ട് ചെയ്യിച്ച് ജോർജ് സോറോസ് ഉദ്ദേശിച്ചത്. അല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുക, അതോടുകൂടി രാജ്യം ഈ ആഫ്രിക്ക പോലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയോ പാകിസ്ഥാൻ പോലെയോ ആയിട്ട് മാറും. അതെ, അദാനി ഗ്രൂപ്പുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ ഓഹരികളുണ്ട്. എന്നിട്ട് സ്പുട്നിക് പറയുകയാണ്, സോറോസിൻ്റെ പിന്തുണയോടെ US ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് നടത്തിയ ശ്രമമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ അസ്ഥിരതയുണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. ഇവയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുക, ഇന്ത്യക്ക് ഇപ്പോഴുള്ള ആഗോള സ്വാധീനത്തിനെ അട്ടിമറിക്കുക, ഇതാണ് ഉദ്ദേശിച്ചിരുന്നത്. വായ്പയും നിക്ഷേപവും, വായ്പ മാത്രമല്ല നിക്ഷേപവും SBI വായ്പ കൊടുക്കുന്നുണ്ട് അദാനിക്ക്. അദാനി സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട്, LICക്കും അതുപോലെ തന്നെ നിക്ഷേപമുണ്ട്. നല്ല കമ്പനികളിൽ നിക്ഷേപിക്കുമല്ലോ കൂടുതൽ കിട്ടാനായിട്ട്. അദാനി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അദാനി കമ്പനികൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക അധീശത്വത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എയർപോർട്ടുകൾ വാങ്ങുന്നു, വിമാനത്താവളം, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, ഖനികൾ വാങ്ങുന്നു, വലിയ പവർ പ്രൊജക്ട്സ് ഉണ്ടാക്കുന്നു. ബംഗ്ലാദേശിന് തന്നെ വൈദ്യുതി കൊടുക്കുന്നത് മുഴുവൻ അദാനിയാണ്. അതിനുവേണ്ടി വേറൊരു പ്രോജക്റ്റ് തന്നെ ചെയ്തിരിക്കുക, വേറെ എങ്ങോട്ടും കൊടുക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ ഗ്രിഡുമായി കണക്ട് ചെയ്തു.
അത് ബംഗ്ലാദേശിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ. കുടിശ്ശിക കിട്ടാതെ. പിന്നെ ഏഷ്യയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, ആഫ്രിക്കയിലെയും അടിസ്ഥാന സൗകര്യ പദ്ധതികളൊക്കെ അദാനിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു ഇന്ത്യയുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് സാമ്രാജ്യത്വ പോളിസി പോലെ എന്തിനെയൊക്കെ സൊറോസിനെ പോലുള്ളവർ ഭയക്കുന്നു. ഇന്ത്യ വലിയൊരു സാമ്രാജ്യ ശക്തി പോലെ അമേരിക്കയൊക്കെ എങ്ങനെയായിരുന്നു ലോകത്ത്, അതുപോലെ ഇന്ത്യ, അതുപോലെ അദാനി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. അതെ, ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്പനിയാണ്. അതെ. അപ്പോൾ അദാനിയുടെ വായ്പാ നിക്ഷേപത്തിൽ പക്ഷേ സ്പുട്നിക് എഴുതുക, ഇവർക്കറിയാത്തൊരു കാര്യം, അദാനിയുടെ കമ്പനികളിലുള്ള വായ്പയും നിക്ഷേപവും LICക്കും SBIക്കും ഉള്ളത്, SBIയുടെയും LICയും പല കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മൊത്തം എടുത്താൽ അതിൻ്റെ 1% വരും. അത് ശരി. ഇതാണ് അവർക്ക് അറിയാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് SBI ഈ അദാനിയുടേത് ആദ്യം ഓഹരികൾക്ക് തകർച്ചയുണ്ടായല്ലോ, അപ്പോൾ തകർത്തു. SBIക്ക് പരുക്കൊന്നും ആ സമയത്ത് തീരെ ഉണ്ടായില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഭാഗമാണിപ്പോൾ സെബിയുടെ മേധാവി മാധവി ബുച്ചിനെതിരെ ഉള്ള ആക്രമണവും എന്ന് സ്പുട്നിക് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മൾ 5ാം സ്ഥാനത്ത് നിന്ന് 4ാമത് വരുന്നു, ഇനി 3ാമതെത്തണം, 2ാമതെത്തുമെന്ന് ലോകബാങ്കും IMFും ഉൾപ്പെടെ ADBയും ഒക്കെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ച അതിവേഗം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മാത്രമേ 7% ഉള്ളൂ. അതെ, അങ്ങനെ വരുമ്പോൾ നമ്മളത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് പറയുമ്പോൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഒരിക്കലും ഇന്ത്യ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഇന്ത്യക്ക് വലിയ വളർച്ചയുണ്ടാകുന്നു, അതിനെ നമ്മൾ സ്ഥിരമാക്കി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഇതിനെ തകർക്കാൻ ആഗോള ശക്തികൾ ശ്രമിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിയും ടീമും ചെയ്യുന്നത് ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കോടാലിക്കൈയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ സ്പുട്നിക് പറഞ്ഞതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം, ഇനി ഹിൻഡൻബർഗിനെ കൊണ്ട് ജോർജ് സോറോസ് ചെയ്യിക്കുന്നത്, ഇപ്പോൾ അദാനിക്കിട്ട് തുടങ്ങിയല്ലോ ആദ്യം, SBIയും LICയും നിക്ഷേപിച്ചിട്ടുള്ള ധാരാളം കമ്പനികളുണ്ടല്ലോ, ഇതിൽ ഓരോ കമ്പനിയായിട്ട് ഇനി എടുക്കുമായിരിക്കും ഈ നിക്ഷേപത്തിൻ്റെയൊക്കെ തോതൊക്കെ നോക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്കെതിരായ ധാരാളം ആക്രമണങ്ങൾ വരും കാലത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ രാമേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും നമ്മുടെ നാഡീഞരമ്പുകൾ പോലെ കിടക്കുകയാണ്. അതുപോലെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്. അതെ, ഏറ്റവും വലിയ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയാണ് LIC. നമ്മുടെ എത്രയോ ലക്ഷം കോടി രൂപ അതിനകത്തുണ്ട്. ഇപ്പോൾ അദാനിയിലൊക്കെ കൊണ്ടുപോയി എന്തിന് നിക്ഷേപിക്കുന്നു എന്നൊരു ചോദ്യം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നാം. കാരണം LICക്ക് കിട്ടുന്ന പണം അത് നിക്ഷേപിക്കുന്നവർക്ക് പലിശ കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് ആപത്ത് സംഭവിച്ചാൽ നഷ്ടപരിഹാരമായി ഇൻഷുർ ചെയ്തിരിക്കുന്ന തുക കൊടുക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവും? ഇത് LICയും ഇതുപോലെ ഓപ്പൺ മാർക്കറ്റിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി ആ ലാഭത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അതെ, ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഈ ഷെയർ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ 16%, 20% ഒക്കെ അതിന് കിട്ടുന്നത്. അതെ. അപ്പം LIC SBI എന്തിനാണ് നിക്ഷേപിക്കാൻ പോയത് എന്ന ചോദ്യം തന്നെ ഒരു ഫൂളിഷ് ചോദ്യമാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ LICക്ക് ഈ ഡിവിഡൻറ്റും ബോണസും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഷെയർ കൂടുമ്പോഴേക്കും ഇതിലുള്ള നിക്ഷേപത്തിൻ്റെയും മറ്റേ മാർക്കറ്റ് ക്യാപ്പും ഒക്കെ കൂടുന്നതനുസരിച്ച് ഈ നിക്ഷേപത്തിൻ്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരന് മനസ്സിലാവാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഹിൻഡൻബർഗ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പത്രങ്ങളെല്ലാം ആഘോഷിക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ ആലോചിക്കുന്നില്ല, ഹിൻഡൻബർഗ് ലക്ഷ്യമിടുന്ന അദാനിയാണ്. അദാനി തകർന്നാൽ ഇന്ത്യൻ എക്കണോമിയാണ് തകരുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ മാധ്യമങ്ങളും ചിന്തിക്കാതെ ആ തകർച്ച സംഭവിക്കാൻ വേണ്ടി അവരാക്കം കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ജോർജ് സോറോസ് പുട്ടിനെ അട്ടിമറിക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തിക്കഴിഞ്ഞു. നമുക്ക് റഷ്യ കൊണ്ട് ഗുണമല്ലേ ഉള്ളൂ ഇന്ത്യ, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇയാളുടെ മറ്റേ ഏജൻസ് ഓഫ് കെയോസ് എന്നാണ് ഇയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ പറ്റിയും ഇയാളെ പറ്റിയൊക്കെ പറയുന്നത്. 1997 ഏഷ്യയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം ഇയാളുണ്ടാക്കിയതാണെന്ന് തെളിവുണ്ട്. തായ്ലൻഡിലെയും മലേഷ്യയിലെയും കറൻസികളുടെ വില കുറച്ചത് ഇയാളാണ്.
അതെന്താണെന്ന് വെച്ചാൽ ഷോർട്ടിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിന് വില കുറയും ഈ കറൻസിയുടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കുറയ്ക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾ നടത്തുക. എന്നിട്ട് ഇയാൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിക്ഷേപിച്ചല്ലോ, അത് കഴിഞ്ഞ് കുറയുമ്പോൾ വീണ്ടും വാങ്ങിക്കുകയാണ്. ഈ ഡിഫറൻസ് വലിയ ലാഭമാണ്. ഇയാളുടെ കയ്യിൽ ശതകോടികളിലുകൊണ്ട് നിക്ഷേപിക്കുന്നത് വലിയ എമൗണ്ട്സ് ആണ്. അങ്ങനെ തായ്ലൻഡിൻ്റെയും മലേഷ്യയിലും അട്ടിമറി ശ്രമം നടത്തി. അവിടുത്തെ വില മറ്റേ ഡിവാലുവേഷൻ വരുമ്പോൾ പ്രസിഡന്റ് രാജിവെക്കണം എന്നൊക്കെ അവിടെ ജനം പറയില്ലേ, ഈ പറയിക്കുന്ന അതിന് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രക്ഷോഭം ചെയ്യിക്കുന്ന എവിടെയൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭം കാണുന്നുണ്ട്. അല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് സോറോസ് ആണ്. അതെ, എവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടോ ഇയാളാണ് ഉത്തരവാദി എന്നുള്ളതാണ്. അതിന് ഫണ്ട് കൊടുക്കും. ആ ലുലു ഡൊണാൾഡ് ലുലു എന്നൊക്കെ പറഞ്ഞ ആളുകൾ അയാൾ പോയിട്ടുള്ള ഒക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇയാളാണ് അറബ് വസന്തം, ഈ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം, ആ വിപ്ലവം ഇതൊക്കെ ഇയാൾ ചെയ്തിട്ടുള്ളതാണ്. ഇയാളാണെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട് ആദ്യം ഇതുപോലെ നേരത്തെ പറഞ്ഞ ഷോർട്ടിങ് കൊണ്ട് വില കുറച്ചിട്ടാണ് ഇയാൾ 1 ബില്യൺ ആദ്യം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് ഇയാൾ. അല്ല, ഈ പുട്ടിനെയൊക്കെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ശ്രമിച്ച ആളാണ് സോറോസ്. പുട്ടിൻ പക്ഷേ ചെയ്യാറുള്ളത് തന്നെ ഉപദ്രവിക്കുന്നവരെ ലോകത്തു നിന്ന് തന്നെ നീക്കിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ സോറോസ് എന്താണോ ആ ലിസ്റ്റിൽ വരാത്തത്? അതെ, വരേണ്ടതാണ്. ഹംഗറി ആണെങ്കിൽ അടുത്തുള്ള രാജ്യമാണ്. അതെ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സൗത്ത് കൊറിയ കൊളാപ്സ് ചെയ്യാനൊക്കെ ഉള്ള കാരണം ഇയാളാണെന്ന് നമ്മളല്ല, ബ്ലൂംബർഗ് ഏറ്റവും വലിയ ബിസിനസ് പത്രങ്ങളിലൊന്നല്ലേ അത്, ബ്ലൂംബർഗ് എഴുതിയിട്ടുള്ള കാര്യമാണ് നമ്മളീ പറയുന്നത്. അവരതൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. നമ്മളിത് ഇത്രയും പറയുന്നു. അപ്പോൾ രാജ്യങ്ങളെ അട്ടിമറിച്ചാണ് അയാളുടെ പാരമ്പര്യം. പിന്നെ ദേശീയത ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ല. അതെ, ഏതായാലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും LICയുമാണ് അടുത്ത സോറോസിൻ്റെ ലക്ഷ്യം. ഹിൻഡൻബർഗിനെ ഉപയോഗിച്ച് തന്നെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുമെന്ന് നമ്മുടെ എക്കാലത്തെയും അടുത്ത സുഹൃത്തായ റഷ്യയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സർക്കാർ അതിൻ്റെ ഗൗരവത്തിലെടുക്കുമെന്ന് നമുക്ക് കരുതാം. നമ്മുടെ പ്രേക്ഷകരും ഇത് അറിഞ്ഞിരിക്കുക. വലിയ താമസമില്ലാതെ SBIക്കും LICക്കും ക്ഷീണം സംഭവിക്കാനുള്ള ചില നീക്കങ്ങളുമായി ഹിൻഡൻബർഗ് വരും. പിന്നിൽ സോറോസാണ്. സോറോസ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.